എൻ ഡി എ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവരൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ ആരാധകരാണ്. നമ്മളെപ്പോഴും നോക്കിക്കാണേണ്ട ഒരു വലിയ വിഷയമാണത്. ഇന്ത്യയിൽ താമസിക്കുന്നവരല്ല. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ആരാധകരുള്ളത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരാണ്. നമ്മുടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജിയുടെ ഹനുമാനാണ് ചിരാഗ് പാസ്വാൻ. നരേന്ദ്രമോദിജി എന്ത് കാര്യം ആഗ്രഹിച്ചിരുന്നാലും അത് നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സദാ സന്നദ്ധനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചിരാഗ് പാസ്വാൻ. രാജീവ് ചന്ദ്രശേഖർജിയുടെ പ്രവർത്തനത്തോടുകൂടി, അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ഇന്ത്യയിൽ ഒരു വലിയ മുന്നേറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. BJP സംബന്ധിച്ച് ഇപ്പം ഒറ്റക്കെട്ടായിട്ട് ഒരു മെയ്യോടുകൂടി ഒരു മനത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ശോഭ ചേച്ചി എന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ട് നിർത്തിയാലും കേരളത്തിലെ ഒരു ക്രൗഡ് പുള്ളറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും അവിടുത്തെ ഒരു പുലിക്കുട്ടിയായിട്ട് പ്രവർത്തിക്കുവാനും അവിടുത്തെ സമകാലിക രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സാധാരണക്കാരുടെ ഇടയിലും ഇത്രയും ജനസമ്മതിയുള്ള ഒരു വനിതാ നേതാവ് എനിക്ക് തോന്നുന്നു BJPയിൽ മറ്റൊന്നും ഉണ്ടാവില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം അക്ഷരാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ചുവടുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ തന്നെ തുടങ്ങിയിരുന്നുവെങ്കിൽ തന്നെയും ഇപ്പോൾ യഥാർത്ഥ തിരഞ്ഞെടുപ്പ് ചൂട് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. ഓരോ കക്ഷികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ളിലെ നീക്കുപോക്കുകൾ അവസാന വട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം NDA ഘടകകക്ഷിയായ LJPയുടെ ലോക് ജൻശക്തി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അരുൺ വേലായുധൻ ചേരുകയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. NDA എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? മുൻപ് എന്നത്തെക്കാളും നിർണായകമായിട്ടുള്ളൊരു സാന്നിധ്യമായി NDA BJPയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മാറിയിരിക്കുകയാണ്. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷ? വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. പണ്ട് കാലത്ത് NDA മത്സരിക്കുന്നത് എപ്പോഴും മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പേര് നിലനിർത്തുക, ഇല്ലെങ്കിൽ എല്ലാ സീറ്റുകളിലും മത്സരിക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം വിജയിക്കുക, അതുപോലെ തന്നെ ഒരു സർക്കാർ രൂപീകരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണ് ഇപ്രാവശ്യം നടത്തുന്നത്. വളരെ ശക്തമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ളൊരു നിലയിലാണ് NDA ഇന്ന് കേരളത്തിലുള്ളത്. അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇന്ത്യയിലുണ്ടായിരിക്കുന്നൊരു വലിയ ഇമ്പാക്റ്റാണ്. കാര്യം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു അതികായകനായ ഒരു മനുഷ്യൻ്റെ കീഴിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA എത്രത്തോളം സുരക്ഷിതമാണ്, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളതിന് ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം പകരുന്നതായിരിക്കും ഇപ്രാവശ്യത്തെ കേരള ഇലക്ഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശ്ശൂർ വന്ന് അതൊക്കെ തന്നെ വോട്ടായി മാറി എന്ന് വേണം കരുതാൻ. സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല വിജയം അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും ഉണ്ട് അവിടെ. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ തന്നെ വളരെ വ്യത്യസ്തനായ ഒരു ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹം എവിടെ പോയാലും ആളുകളെ ആകർഷിക്കുന്നുണ്ട്. അത് അമേരിക്കയിലായാലും ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാൽ. ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നൊരു കാലഘട്ടത്തിലേക്ക് കൂടി നമ്മൾ കടന്നു എത്തുകയാണ്. നരേന്ദ്രമോദി ഈ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നരേന്ദ്രമോദി ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ BJP ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, NDA ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവരൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ ആരാധകരാണ്. നമ്മളെപ്പോഴും നോക്കിക്കാണേണ്ട ഒരു വലിയ വിഷയമാണത്. ഇന്ത്യയിൽ താമസിക്കുന്നവരല്ല. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ആരാധകരുള്ളത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരാണ്. കാരണം പണ്ട് കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന അംഗീകാരവും അഭിമാനവും അല്ല ഇന്നുള്ളത്. പണ്ട് നമ്മളെ 100% അക്സെപ്റ്റ് ചെയ്യാതിരുന്ന പല രാജ്യക്കാരും ഇന്ന് ഇന്ത്യൻ ഫ്ലാഗ് കാണുമ്പോൾ അത് സല്യൂട്ട് അടിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യൻ ഫ്ലാഗിനും ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കിയ ഒരു മഹത്വം വലുതാണ്. അതിന് മുഖ്യ കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വമാണെന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ മറ്റ് സാമുദായിക ശക്തികളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുമെന്നൊരു ഒരു അപഖ്യാതി ഉണ്ടായിരുന്നു. ഇന്ന് എവിടെ എത്തി? ഇന്ന് നമ്മുടെ ഏറ്റവും അടുത്ത് തന്നെ ആദരണീയനായ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന രാജ്യം ഇന്ത്യയാണെന്ന്. അപ്പോൾ അത് പറയണമെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ NDAയും നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം എവിടെ എത്തിയെന്ന് ചിന്തിക്കുക.
ഇവിടെ ഇപ്പോൾ കേരളത്തിലും ആ ഒരു വെല്ലുവിളി തീർച്ചയായിട്ടും എൻ ഡി എയുടെ ഘടകകക്ഷികൾ എല്ലാവരും തന്നെ നേരിട്ടിരുന്നു പണ്ടും. ന്യൂനപക്ഷ വിരോധികൾ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ നിന്നും തുരത്താൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സ്ഥിതി? കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ച് ചില അപാകതകളും ന്യൂനതകളും ഒക്കെ പറയുമെങ്കിലും അത് ഞങ്ങളുടെ എൻ ഡി എയുടെ ഘടകകക്ഷികളെ കൊണ്ട് നമുക്ക് പാച്ചപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങളുടെ എൽ ജെ പി ലോക് ജനശക്തി പാർട്ടി എന്ന് പറഞ്ഞാൽ ഇത് 2000-ൽ നമ്മുടെ രാംവിലാസ് പാസ്വാൻജി ഉണ്ടാക്കിയതാണ്. അദ്ദേഹം വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു അധകൃത വർഗത്തിൽപ്പെട്ട പാസ്വാൻ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജാതി വ്യവസ്ഥയെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു ജാതിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പാസ്വാൻജിയെ പോലെയുള്ള ആൾക്കാർ ഇന്നും ജാതിക്കും മതത്തിനും അതീതമായിട്ട് പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരാൾ. ഞങ്ങളുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ചീഫ് അദ്ദേഹം ഖാലിഖ് സാബാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രഭാരിയും അസീം ഖാനാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചൊരു വൈവിധ്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ലോക് ജനശക്തി പാർട്ടി എന്ന് പറയുന്നത്. എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാ മതസ്ഥരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇത്തരം പ്രസ്ഥാനങ്ങൾ എൻ ഡി എക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഓക്കെ, തീർച്ചയായിട്ടും. ഈ നമ്മൾ രാംവിലാസ് പാസ്വാൻ്റെ പേര് ഈ തലമുറയിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹം കഴിഞ്ഞ കുറേയേറെ നാളുകളായി നമ്മുടെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. അതിനുശേഷം ഇപ്പോൾ ചിരാഗ് പാസ്വാൻ എൽ ജെ പിക്ക് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ് നൽകുന്നുണ്ട്. എൽ ജെ പിയുടെ കേരളത്തിലെ സാന്നിധ്യം എത്രത്തോളം ശക്തമാണ്? ബി ജെ പിയുടെ പേരാണ് നമുക്ക് എൻ ഡി എയുടെ ഭാഗമായി എല്ലായിടത്തേക്കും എത്തുന്നത്. ബി ഡി ജെ എസ് ഉണ്ട്. അപ്പോൾ അതിന് ഒപ്പം തന്നെ എൽ ജെ പിയുടെ പേര് കേൾക്കുന്നു. എങ്കിലും എനിക്കറിയാൻ താല്പര്യമുണ്ട്, എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്, എത്രത്തോളം ശക്തമായൊരു സാന്നിധ്യമായി കേരളത്തിൽ നിലയുറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്? കേന്ദ്ര നേതൃത്വത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലും ശ്രദ്ധയും ഒക്കെ തന്നെ ഉണ്ടോ? 100% ഈ ചോദ്യം നമ്മുടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജിയുടെ ഹനുമാനാണ് ചിരാഗ് പാസ്വാൻ. നരേന്ദ്രമോദിജി എന്ത് കാര്യം ആഗ്രഹിച്ചിരുന്നാലും അത് നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സദാ സന്നദ്ധനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചിരാഗ് പാസ്വാൻ. തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളും ആഗ്രഹിക്കുന്നത് ബി ജെ പി കഴിഞ്ഞാൽ ഇവിടെ എൽ ജെ പി ആവണം. ആ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഞങ്ങൾ മുൻകൂട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ആദരണീയനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാവുന്ന, ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ രാജ്യത്തെ ഈ നാടിനെ പരുവപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ മുൻനിര പോരാളിയായിട്ട് ഉണ്ടാവണം എൽ ജെ പി എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കേരളത്തിലെ 14 ജില്ലകളിലും ഞങ്ങൾക്ക് ശക്തമായ ജില്ലാ കമ്മിറ്റികളുണ്ട്. അത് ഞങ്ങളുടെ ഇപ്പോഴത്തെ എൻ ഡി എയുടെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ എൻ രാധാകൃഷ്ണനെയും അദ്ദേഹത്തെ പോലെയുള്ള പരിണിത പ്രജ്ഞരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലെ നേതാക്കന്മാരെയും സാധാരണ പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ ഹോംവർക്കിലൂടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും. തീർച്ചയായിട്ടും, അതിനകത്തൊരു തർക്കമില്ല. തീർച്ചയായിട്ടും എല്ലാം. എങ്കിലും ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിൽ കുറെ കൂടി ഒരു ഇൻഡെപ്തായിട്ട് അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിക്കുകയാണ്. അതായത് പല വലിയ മുന്നണികളുടെയും ഭാഗമായി ചെറിയ പാർട്ടികൾ വരുമ്പോൾ അവരൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, അതിൻ്റെ ഭാഗമായി മന്ത്രിമാരാകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരുടെ പാർട്ടി എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അതിനൊക്കെ തന്നെ എത്രത്തോളം വ്യക്തമായ ഉത്തരം അവർക്ക് നൽകാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഒട്ടുമിക്ക മേഖലകളിലും പ്രവർത്തിക്കാനുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസ് എൽ ജെ പി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? അതായത് ഒരു കാണാൻ സാധിക്കുന്ന പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു പ്രതിഫലനം ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ടോ? കാര്യം കഴിഞ്ഞ കാലഘട്ടത്തിൽ എൽ ജെ പിയുടെ ഒരു നേതൃനിര അത്രത്തോളം ശക്തമായ ഒരു നേതൃനിര അല്ലായിരുന്നു കേരളത്തെ സംബന്ധിച്ച്. പക്ഷേ ഇപ്പോൾ ഞാൻ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതല എടുത്തതിന് ശേഷം ചിരാഗ്ജിയുടെ വ്യക്തമായ ഒരു നിർദ്ദേശപ്രകാരം കേരളം അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് നോക്കിക്കൊണ്ടുന്ന ഒരു സംസ്ഥാനമാണ്. ആ രീതിയിൽ കഴിഞ്ഞ 2 മാസം കൊണ്ട് തന്നെ ഞങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലും എനിക്ക് യാത്ര ചെയ്യാനും 14 ജില്ലകളിലും ശക്തമായ ഒരു കമ്മിറ്റി എടുക്കുവാനും സാധാരണ ജനങ്ങളുടെ വിഷയങ്ങളിൽ നമുക്ക് ഇടപെടാനും സാധിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നഴ്സുമാരുടെ സമര പരിപാടി, അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആ നഴ്സുമാരുടെ സമരത്തിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളെ ഞങ്ങളുടെ സെൻട്രൽ മിനിസ്ട്രിയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചരിത്രപരമായിട്ടുള്ളൊരു വലിയ വിജയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മത്സ്യം
മത്സ്യത്തിനകത്തും അതുപോലെ തന്നെ നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിലുമൊക്കെ തന്നെ ഫോർമാലിൻ പോലെയുള്ള അതെ. വിഷവസ്തുക്കൾ അത് ഞങ്ങളെ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കാരണം ബോധവൽക്കരണവും ഈ ആരോഗ്യരംഗത്ത് ഒട്ടനവധി ആൾക്കാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും നാമമാത്രമായി അത് അവശേഷിക്കുകയാണ്. അത് കൃത്യമായ പ്രക്രിയയിലേക്ക് വരുന്നില്ല. ഒരു ജോലിയുണ്ട്, അവർ കൃത്യമായി ശമ്പളം വാങ്ങുന്നു എന്നതിനേക്കാൾ ഉപരി ജനകീയ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നില്ല. അതിനെയെല്ലാം നമ്മുടെ പാർട്ടി വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കാണുകയും വരും നാളുകളിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പരിപാടികളും ഞങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. എത്ര സീറ്റുകളിൽ LJP-യുടെ സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിക്കാം നമുക്ക് കേരളത്തിൽ? ഞങ്ങൾ ഒരു 4 സീറ്റാണ് ചോദിച്ചിട്ടുള്ളത്. 4 സീറ്റുകൾ ജില്ല തിരിച്ച് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ല, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല, എറണാകുളം ജില്ല, കോഴിക്കോട് ജില്ല, ഇത്രയും സീറ്റുകളാണ് ഞങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂർ ജില്ല ഞങ്ങൾ ഈ അടുത്ത സമയത്ത് മെനിങ്ങാന്ന് ഞങ്ങൾ സംസാരത്തിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സീറ്റുകളാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വളരെ അനുഭാവപൂർവമായിട്ടുള്ള ഒരു പരിഗണന NDAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ചർച്ചയിൽ ഞങ്ങളുടെ NDAയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഞങ്ങളോടൊപ്പം ചർച്ചയിൽ ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സമയക്കുറവ് കൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിൽ ഘടകകക്ഷികളെന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ എല്ലാം പ്രതിഷേധം കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയിക്കുകയും അതനുസരിച്ചിട്ട് നാളെ 17-ാം തീയതി രാവിലെ 11 മണിക്ക് മാരാർജി ഭവനിൽ വെച്ചിട്ട് നമ്മുടെ ഉഭയകക്ഷി ചർച്ച നടത്താമെന്നും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് കൃത്യമായ പരിഗണന ലഭിക്കുമെന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഓക്കെ. കാരണം എല്ലാ മുന്നണികളിലും ഘടകകക്ഷികൾ തമ്മിലുള്ള ഐക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ വേറൊന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ ഒരു പരാമർശം കാണാൻ സാധിച്ചു. അതായത് 2020-യുടെ നേതാവ് സാബു ജേക്കബ് ഘടകകക്ഷികളെല്ലാം തങ്ങളുടെ ഇതും ഒപ്പം തന്നെ BDJS-ഉമാണ് വലിയ ഘടകകക്ഷികൾ, ബാക്കിയെല്ലാം ചെറിയ പാർട്ടികളാണ് ഘടകകക്ഷികളിൽ എന്ന് പറയുകയുണ്ടായി. അത് ഏതെങ്കിലും തരത്തിൽ വിഷമമുണ്ടാക്കിയോ അല്ലെങ്കിൽ അതൊരു ചലഞ്ചാണോ? അതിനെ ഏറ്റെടുത്ത് ഞങ്ങളും മോശമില്ലാത്തവരാണ് എന്നുള്ള പ്രവർത്തന ശൈലിയുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? അങ്ങനെപ്പോലെ രാഷ്ട്രീയ പരിജ്ഞാനമുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമകരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. അദ്ദേഹം പാർട്ടികളെ ചെറുതായിട്ടും വലുതായിട്ടും കാണുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 സംസ്ഥാനങ്ങളിലായിട്ട് 24ഓളം MLA-മാരും 5ഓളം MP-മാരും ഒരു കേന്ദ്ര ക്യാബിനറ്റ് റാങ്കുള്ള മിനിസ്റ്ററുമുള്ള അതെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പോൾ അദ്ദേഹം ഒരു പഞ്ചായത്തിനെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ വിലയിരുത്തുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങോട്ട് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊക്കെ മറ്റ് ഘടകകക്ഷികളെ താഴ്ത്തി കാണിക്കുന്ന രീതിയിലുള്ള ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് NDAയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഓക്കെ. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ BJP നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ നാളെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. എന്തായാലും തൽക്കാലം ഇതുവരെയുള്ള സംഭവങ്ങളെല്ലാം നോക്കുമ്പോൾ വളരെ തൃപ്തികരമായ ഒരു അക്കോമഡേഷൻ NDAയിൽ ലഭിക്കുന്നുണ്ട്. 100% അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർജിയുടെ പ്രവർത്തനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി NDAയിൽ ഒരു വലിയ മുന്നേറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ വളരെ ബുദ്ധിജീവിയായിട്ടുള്ള വളരെ ടെക്നോക്രാറ്റായിട്ടുള്ള ഒരു വ്യക്തി വരുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ ജനം സ്വപ്നം കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പ്രാവർത്തികമാകുമെന്ന് തന്നെയാണ് സാധാരണ ജനത്തിൻ്റെയും അതുപോലെ തന്നെ NDAയുടെയും വിശ്വാസം. ഈ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ പ്രകടനം വളരെ ക്രൂഷ്യലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ BJP-യുടെ മുന്നോട്ട് പോക്ക് എത്രത്തോളം ശക്തമായിട്ടാണ്? കഴിഞ്ഞ കുറേയേറെ നാളുകളായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പണ്ട് 2 MP-മാരുമായി തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ BJP-യുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല. ഇന്ന് കേരളത്തിലെ ഒരു നിർണായക സാന്നിധ്യമായി അവർ മാറിയിട്ടുണ്ട്. അത് പണ്ട് മുതൽ ഓരോരുത്തരും നൽകിയ സംഭാവനകൾ, നൽകിയ ത്യാഗങ്ങൾ, സഹിച്ച ത്യാഗങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് അവർ വളർന്നു വന്നത്. ഇപ്പോഴത്തെ നേതൃത്വത്തിൽ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. ഇപ്പോൾ BJP-യുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് LJP കാണുന്നത്? ഹൗ ദേ ആർ, എന്താണ് അവരെങ്ങനെയാണ് ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാണ് പാർട്ടി പ്രവർത്തകരെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ഒരു അഭിപ്രായം? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള ഘടകകക്ഷി ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ നോക്കി കാണുമ്പോൾ
പാർട്ടി വളരുന്നതിനനുസരിച്ചിട്ടുള്ള ചില വിഷയങ്ങളും വിഷമതകളും സ്വാഭാവികമായിട്ടുണ്ടാകാം. ഓക്കെ. ഈ നിലവിൽ ഭരണത്തിലിരിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ പാർട്ടി വളരുന്നതിനനുസരിച്ച് ചിലപ്പോൾ ചില വിഷയങ്ങളും അതുപോലെ തന്നെ ചില ജില്ലാ കമ്മിറ്റികളുടേതായിരുന്നാലും ചില വ്യക്തികളുടേതായിരുന്നാലും പഴയ ആൾക്കാരെ ആദരിക്കുന്നതിനാലും അവരെ കൂട്ടച്ചേർത്ത് കൊണ്ടുപോകുന്നതിനായിരുന്നാലും ഒക്കെ തന്നെ ചില വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ അതിനെയൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടു കൂടി പുതിയ നേതൃത്വം നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തുടക്ക സമയത്തുണ്ടായിരുന്ന ചെറിയ ഒരു ഫ്രിക്ഷൻ ഒക്കെ ഇപ്പൊ മാറിയെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ എല്ലാം വളരെ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ചില ചേരികളിൽ നിന്ന് ചില ആൾക്കാർ പറയുമായിരിക്കും അത് ഗ്രൂപ്പിസം എന്ന് ചിലപ്പോൾ വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇന്ന് BJP സംബന്ധിച്ചോ NDA സംബന്ധിച്ചോ ഇല്ല. BJP സംബന്ധിച്ച് ഇപ്പം ഒറ്റക്കെട്ടായിട്ട് ഒരു മെയ്യോടുകൂടി ഒരു മനത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കാരണം ഇവിടെ മത്സരിക്കുക എന്നുള്ളതല്ല, ഇവിടെ അധികാരം പിടിക്കുക അതുപോലെ തന്നെ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പം നിൽക്കുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ NDAയുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കുറേയേറെ സീറ്റുകൾ അവർ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ ശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുക. കാരണം എല്ലായിടത്തേക്കും നമ്മൾ ശക്തി വിനിയോഗിക്കുമ്പോൾ ഒരിടത്തും ജയിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതിനൊക്കെ തന്നെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ഒരു 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 കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു 10 സീറ്റ് 5-നും 10-നും ഇടയിലുള്ള സീറ്റ് അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എന്തുണ്ട് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളെക്കുറിച്ച് എന്താണ് NDAക്ക്? 10 സീറ്റിൽ കൂടുതൽ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആത്മവിശ്വാസം. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്രാവശ്യം വളരെ കൃത്യമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ ഇപ്രാവശ്യം കേരളത്തിലെ ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ട് NDAക്ക് വരാൻ കഴിയും. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. കാരണം 10 സീറ്റിൽ കൂടുതൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. പിന്നെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് ശക്തി ആർജിക്കാനും കരുത്താർജിക്കാനും കഴിയും. ഈ സീറ്റുകളൊക്കെ തന്നെ നമുക്ക് നല്ലൊരു പിൻബലമേകും. ഓക്കെ. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും വലിയൊരു ഘടകമാണെന്ന് തോന്നുന്നു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും അത്യാവശ്യം നല്ലൊരു നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് NDA അല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ സീറ്റുകളുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമവും അതുപോലെ തന്നെ കഴക്കൂട്ടമുണ്ട്, വട്ടിയൂർക്കാവ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ ഈ സീറ്റുകളുടെ കാര്യത്തിലൊക്കെ? 100% ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പോരാട്ടമാണ്. ഇപ്പോൾ കാട്ടാക്കടയൊക്കെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെയുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ ഒരു നല്ല നിലയിലേക്ക് മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേമത്ത് നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ബഹുമാന്യനായ ശ്രീ ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മറ്റാരുമില്ലാത്തത് കൊണ്ട് നിർത്തുന്നത് പോലെയാണ്. കാരണം ആരോഗ്യനിലയും അതുപോലെ തന്നെ മാനസിക നിലയും ശാരീരിക നിലയും ഒക്കെ തന്നെ അവതാളത്തിലായി. ഞാനിനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളെ ഉള്ളൂ രക്ഷപ്പെടുത്താൻ എന്നുള്ള രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി കൊണ്ടു നിർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ മറ്റാരും തന്നെ പാർട്ടിക്ക് ഇല്ലാതെ വരുമ്പോൾ ഒരാളിൽ തന്നെ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള അവസ്ഥയിലാണ്. അതേസമയം രാജീവ് ചന്ദ്രശേഖർജി അങ്ങനെയല്ല. വളരെ ദീർഘവീക്ഷണമുള്ള നമുക്കൊരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ വരുമ്പോൾ കൃത്യമായി കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപാട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. അതിനും വളരെ ബഹുമിടുക്കനായിട്ടുള്ള ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർജി. കാരണം കേരളത്തിലും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഈ പ്രക്രിയ കേന്ദ്രത്തിലും അറിയിക്കുവാൻ തക്ക ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അത് നമ്മുടെ നാടിന് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ നേരത്തെ സൂചിപ്പിച്ചു കോർപ്പറേഷൻ്റെ കാര്യം നമ്മൾ വേറൊന്നും ചെയ്യണ്ട, അവിടെ ചെന്ന് നോക്കിയാൽ തന്നെ. ഇന്നലെ കുറച്ച് ഇടതുപക്ഷ പ്രവർത്തകരുമായിട്ടും കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടും സംസാരിക്കുവാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് നമ്മളൊരു കോർപ്പറേഷനിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാൻ ആളില്ല, നടത്തി കിട്ടണ്ട, കുഴപ്പമില്ല, ഞങ്ങളൊന്ന് സമാധാനപ്പെടുത്തി വിടാൻ വേണ്ടി അതൊന്ന് കേൾക്കാൻ പോലും ആളില്ലാത്ത ഒരു ധാർഷ്ട്യ മനോഭാവത്തിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ NDA കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നപ്പോൾ എന്ത് കാര്യങ്ങളും പോയി പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ട്. സൗമ്യമായിട്ട് നമ്മളോടൊന്ന് ഇരുന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട്. കാര്യം നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമില്ല. അപ്പോൾ ആ അവസ്ഥയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്തി എന്ന് പറഞ്ഞാൽ അത് NDAയുടെ ഒരു വലിയ വിജയമാണ്. അത് ശ്രീ VV രാജേഷിൻ്റെ ഒരു മഹത്വം കൂടിയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. ഏതായാലും അക്കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം. ഒരു വ്യക്തിപരമായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. വളരെ വേഗത്തിൽ ഇടപെടലുണ്ടായി, അതൊരു പ്രശ്നം പരിഹരിക്കുകയുണ്ടായി. ആ ഒരു വിഷയത്തിൽ അതിലൊരു ഇടപെടലുണ്ടായി. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കേരള കൗമുദി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അതിന് തുടർന്ന് മറ്റ് മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. എങ്കിലും നടപടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതാണല്ലോ വേണ്ടത് നമുക്ക്. നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ
വട്ടിയൂർക്കാവുണ്ട്, കഴക്കൂട്ടമുണ്ട്. അതിനപ്പുറത്തേക്ക് മധ്യ കേരളത്തിലേക്കൊക്കെ പോകണ്ട. അതിന് മുമ്പ് കൊല്ലത്തേക്ക് പോലും എത്തുമ്പോഴും അവിടെയുണ്ട് പ്രതീക്ഷയെന്ന് തോന്നുന്നു എൻ ഡി അതെ എക്ക്. അതെ കൊല്ലത്തും നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന്റെ സാധിക്കും. കോട്ടയാണ് അവിടെ. അതെ അതെ ഇടതുപക്ഷത്തിന്റെ കോട്ടകളെല്ലാം തകർന്നു വീഴുന്ന ഒരവസ്ഥ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ പലതും കാണാൻ പറ്റും. കാരണം നമ്മൾ തകർക്കണ്ട, അവരുടെ അണികളും അവരുടെ നേതാക്കളും തന്നെ അവരെ തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അത് ശരി. കാരണം പണ്ട് കാലഘട്ടങ്ങളിൽ ഈ കമ്മ്യൂണിസം നെഞ്ചിലേറ്റി ജീവിതം മുഴുവൻ ഈ കമ്മ്യൂണിസത്തിന് വേണ്ടി ചെലവഴിച്ച, അതുപോലെ തന്നെ ജീവിതത്തിലുള്ള സഹോദരങ്ങളെപ്പോലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തിയ ഒട്ടനവധി ആൾക്കാർ ഇന്ന് തെരുവിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരെ സംരക്ഷിക്കാത്ത ഈ കമ്മ്യൂണിസമാണോ നാളെ ഈ സാധാരണക്കാരെ സംരക്ഷിക്കാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ ആലപ്പുഴ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ജി സുധാകരന്റെ ജി കാര്യമാണ്. സുധാകരൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനെ പോലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ബലി കഴിച്ച് ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കളഞ്ഞ് ഏറ്റവും നല്ല മന്ത്രിയായിട്ട് കേരളത്തിൽ അറിയപ്പെട്ട് ഒരു കറപ്ഷനും ഇല്ല എന്ന് പ്രതിപക്ഷം പോലും സമ്മതിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ ഇതാണ്. ഇന്ന് വഴിയിൽ കരഞ്ഞു നിൽക്കണമെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവസ്ഥ നാളെ എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ ഇത് അത് ചോദ്യം പലരും ചെയ്യപ്പെടുന്ന ചോദിക്കുന്ന വിഷയം. ചോദ്യമാണിത്. അതുപോലെ തന്നെ നമ്മൾ എൻ ഡി എയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നല്ലൊരു നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കഴക്കൂട്ടത്ത് പ്രത്യേകിച്ച് വളരെ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ് നിൽക്കുന്നത്. വളരെ വി നല്ല മുരളീധരൻ എന്നുള്ള സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ് നിൽക്കുന്നത്. അവിടെ വളരെ ശക്തമായ മത്സരം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിൽ. ശക്തമായ മത്സരമല്ല അവിടെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം സ്വർണം കട്ടതിന് മാത്രം കൂട്ടുനിന്ന് ഇത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ അതിനെ നോക്കിയാൽ കാണാം. അദ്ദേഹത്തിന്റെ പങ്കും ഈ പോറ്റിയുടെ പങ്കും തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്ന ഒട്ടനവധി കാര്യങ്ങളും ഒട്ടനവധി തെളിവുകളും കിട്ടിയിട്ട് പോലും നടപടിയെടുക്കാതെ വെച്ചിരിക്കുകയാണ്. കാരണം ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പോൾ നമ്മുടെ മുരളീധരനെ സംബന്ധിച്ച് അവിടെ എത്രത്തോളം ഭൂരിപക്ഷം വരുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. അതെ. അതുപോലെ തന്നെ നമ്മൾ മധ്യ കേരളത്തിലേക്ക് പോകുമ്പോൾ അവിടെയും വളരെ വ്യത്യസ്തമായൊരു സാന്നിധ്യം ഇപ്പോൾ നമുക്ക് വളരെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷോൺ ജോർജ് ആണെങ്കിലും അനൂപ് ആന്റണിയുടെ തിരുവല്ലയിൽ നിന്നൊക്കെ തന്നെ ചില മാധ്യമപ്രവർത്തകർ പറയുന്നത് വളരെ ശക്തമായൊരു സാന്നിധ്യമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അനൂപ് ആന്റണി അവിടെ, അല്ലേ? എന്താണ്? അതുപോലെ തന്നെ ഷോൺ ജോർജ്, അദ്ദേഹത്തിൻ്റെ പിതാവ് പി സി ജോർജ് ഒക്കെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസുമാണ്. അനൂപ് ആന്റണിയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ നിർണായകമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ വന്നു. കന്യാസ്ത്രീമാരുടെ വിഷയങ്ങളും അതൊക്കെ വന്നപ്പോൾ നമ്മുടെ കേരളവും കേന്ദ്രവും തമ്മിലുള്ള പാലമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു വലിയ അവസരം കിട്ടി. ഇപ്പോൾ ബഹുമാന്യനായ പ്രധാനമന്ത്രി വന്നാൽ പോലും പല കാര്യങ്ങളും അനൂപുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ബന്ധങ്ങൾ, ഇത്തരത്തിലുള്ള സ്വാധീനം, ഇത്തരത്തിലുള്ള നമ്മുടെ ശക്തി നാളെ കേരളത്തിൻ്റെ വികസനത്തിന് നമുക്ക് പല കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്, ഇപ്പോൾ ഞാനൊരു RSSകാരനല്ല, പക്ഷെ RSSകാരനല്ലെങ്കിലും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് RSSനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ ദേശസ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നതിൽ ആത്മാർത്ഥമായ പങ്കുവഹിക്കുന്നവരാണ്. അല്ലാതെ SDPയെ പോലെയും PFIയെ പോലെയും ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരല്ല. അപ്പോൾ ഇത്തരത്തിൽ ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടായ്മ വരുമ്പോൾ ഈ കേരളത്തിലുള്ള ആൾക്കാർക്ക് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം വരുമ്പോൾ ഇതൊക്കെ നമുക്ക് കേരളത്തിന് അനുകൂലമാക്കി മാറ്റാൻ പറ്റും. ഈ ബന്ധങ്ങളൊക്കെ തന്നെ അതെ, അവിടെയാണ് അവരുടെ വിജയം. തീർച്ചയായിട്ടും. അതുപോലെ നമ്മൾ വടക്കോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് മഞ്ചേശ്വരം, പാലക്കാട് ശോഭാ സുരേന്ദ്രനായിരിക്കും എന്നാണ് അറിയുന്നത്. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തുമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഒക്കെ തന്നെ വിജയം ഉറപ്പിച്ച മട്ടിലാണ് പ്രവർത്തകരൊക്കെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുന്നതാണ് കാണാൻ കഴിയുന്നതെന്ന് തോന്നുന്നു. വളരെ ആവേശത്തിലാണ്. കാരണം ശോഭ ചേച്ചി എന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ട് നിർത്തിയാലും കേരളത്തിലെ ഒരു ക്രൗഡ് പുള്ളറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും അവിടുത്തെ ഒരു പുലിക്കുട്ടിയായിട്ട് പ്രവർത്തിക്കുവാനും അവിടുത്തെ സമകാലിക രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സാധാരണക്കാരുടെ ഇടയിലും ഇത്രയും ജനസമ്മതിയുള്ള ഒരു വനിതാ നേതാവ് എനിക്ക് തോന്നുന്നു BJPയിൽ മറ്റൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ പങ്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിൻ്റെ നിർണായകമായിട്ടുള്ള പല പോരാട്ടങ്ങളിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ആ പാർട്ടിയെ തന്നെ രൂപീകരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിർണായകമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഈ വരുന്ന ഇലക്ഷനിൽ വളരെ വ്യക്തമായി പ്രതിഫലിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും LJPയുടെ ഒരു കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിരാഗ് പസ്വാൻ കേന്ദ്രത്തിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഭക്ഷ്യ സംസ്കരണമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ കേരളത്തിലേക്ക് സെപ്പറേറ്റായി സ്പെഷ്യലായി കൊണ്ടുവരാനുള്ള സാധ്യത, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടോ? ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ കേരളത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു ഭക്ഷ്യ സംസ്കരണത്തിൻ്റെ ഒരു ഭാഗമായി കേരളത്തിലെ കോട്ടൂർ വനമേഖലയിലുള്ള ആദിവാസികളിൽ നിന്ന്
ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ സമാഹരിച്ച് അത് സംസ്കരിച്ച് വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻ പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കി വരുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കേന്ദ്ര മന്ത്രിക്ക് നമ്മൾ കൈമാറുകയും കേരളത്തിന് നമ്മുടെ വകുപ്പിൽ നിന്നുള്ള നല്ലൊരു കോൺട്രിബ്യൂഷൻ ഈ അടുത്ത സമയത്ത് തന്നെ ഉണ്ടാകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാനൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഉത്തർപ്രദേശിൽ ഒരു ജില്ലയിൽ ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിൽ അവിടുത്തെ സർക്കാർ വലിയ രീതിയിലുള്ളൊരു ക്യാമ്പയിൻ നടത്തി അവിടെ വളരെ മങ്ങിക്കൊണ്ടിരുന്ന കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുവാൻ സാധിച്ചു അവർക്ക്. വളരെ പോഷകസമ്പന്നമായ ചില അരി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര വിപണിയിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ കർഷകരൊക്കെ മുൻകാലങ്ങളിൽ യാതൊരു വിധത്തിലും വളരെ തുച്ഛമായിട്ടുള്ള പ്രതിഫലത്തിൻ്റെ പേരിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അവർക്കൊക്കെ കൈനിറയെ പണം കിട്ടുന്നു, വീണ്ടും കൂടുതൽ പേർ കൃഷിയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അവിടെ. അപ്പോൾ അതേ മാതൃക നമുക്ക് കേരളത്തിലും പിന്തുടരാവുന്നതാണ് എന്ന് തോന്നുന്നു. നമുക്കിവിടെ പല ഉൽപ്പന്നങ്ങളുടെയും മൂല്യം കണ്ടെത്തി കേന്ദ്ര സർക്കാരിനെ അറിയിച്ച് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ആ പ്രസ്തുത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ അറിയിച്ച് അത്തരത്തിൽ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പല ഉൽപ്പന്നങ്ങളും നമുക്ക് കേന്ദ്ര മാർക്കറ്റിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കേന്ദ്രത്തിൻ്റെ സഹായത്തോടുകൂടി കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ പല ഉൽപ്പന്നങ്ങളും അത്തരത്തിൽ ഉണ്ട്. പല വിവിധ ഇനം അരികളുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള കുറേയേറെ ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മുടേതായിട്ടുള്ള കുറേയേറെ ഉൽപ്പന്നങ്ങളുണ്ട്. ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ കൃത്യമായി ഒരു പ്രോജക്റ്റിൻ്റെ സഹായത്തോടു കൂടി അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും. വളരെ വളരെ നല്ല നിർദ്ദേശമാണ്. കാരണം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ മുണ്ടക്കയം കോതമംഗലം ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പുറത്തിച്ചക്കയാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഫ്രൂട്ടുകളായിരിക്കുമെങ്കിലും ഈ പുറത്തിച്ചക്ക അവിടെ ഒരുപാട് ഉണ്ടാവുകയും അതൊരു സമയം കഴിയുമ്പോൾ മുഴുവൻ നശിച്ചു പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം ഓരോ ഫ്രൂട്ടുകളും ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത് അധികമായി ഉണ്ടാകുന്നതിന് സംസ്കരിച്ച് ഉപയോഗിക്കാം. അത് മറ്റു സ്ഥലങ്ങളിലേക്കും അതുപോലെ തന്നെ വിദേശത്തേക്കും കയറ്റുമതി ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് കൊണ്ടുവരുന്നത്. പിന്നെ മാത്രമല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വനിതാ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് വനിതകൾക്ക് സ്വയം തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കരാറിലെത്തിക്കഴിഞ്ഞു. അവരുടെ എല്ലാ പെട്രോൾ പമ്പുകളിലും ഒരു ചെറിയ കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടറിലൂടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഇല്ലെങ്കിൽ അവരുടെ പ്രാദേശികമായിട്ടുള്ളൊരു സെൻട്രൽ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഫുഡ് പ്രോഡക്റ്റുകൾ അവിടെ വെച്ച് നമുക്ക് വിൽക്കാനും ഒരു 4-5 വനിതകൾക്ക് അവിടെ ഒരു സ്വയം തൊഴിൽ കിട്ടുന്നതിനുള്ളൊരു സംരംഭവും നമ്മളിങ്ങനെ ആരംഭിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കരാറായി കഴിഞ്ഞു. IOCയുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എല്ലാ പമ്പുകളിലും അത് ചെയ്യുന്നതിനുള്ളൊരു സംഭവം കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വനിതകളെ ജീവിതത്തിൻ്റെ മുഖ്യധാരകളിലേക്കും അവരെ ബിസിനസ്സിലേക്കും ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടെ നമ്മുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ് അല്ലേ? അതെ. അപ്പോൾ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാനുള്ള ഉണ്ടായ കാരണം എന്താണ്? അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറാൻ എന്താണ് കാരണം? ആരാണ് പ്രചോദനം? ആരാണ് റോൾ മോഡൽ? അല്ല, ഞാൻ പ്രചോദനം എന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനാണെന്ന് ഞാൻ പറയും. കാരണം അച്ഛനൊരു സാധാരണ പൊതുപ്രവർത്തകനായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഐഡിയോളജി ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഞാൻ വളർന്നു വലുതായി വന്നപ്പോൾ എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായി. നമ്മുടേതായിട്ടുള്ള ഒരു രാഷ്ട്രസ്നേഹത്തിൻ്റേതായിട്ടുള്ളൊരു ബോധമാണ് നമ്മൾ ഉണ്ടാവേണ്ടതെന്നും പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. അപ്പം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താഴേക്കിടയിൽ നിന്ന് പറ്റിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ വസ്തു കച്ചവടത്തിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ബ്രോക്കേഴ്സാണ്. അവരെ കൺസൾട്ടൻറ്റുമാരെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ വസ്തുക്കൾ കൊണ്ടുവന്ന് കാണിക്കുകയും ഈ പൈസയുള്ള ആൾക്കാർ, വലിയ വലിയ ആൾക്കാർ അതെല്ലാം വാങ്ങി ഇവരെ നാളെ ഒന്നുമില്ലാതെ പറഞ്ഞു വിടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത്തരത്തിലുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് അസോസിയേഷൻ അങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ആ സംഘടന കേരളത്തിലെ 14 ജില്ലകളിലും വളരെ ശക്തമായി 25,000-ഓളം അംഗങ്ങളായിട്ട് വളരുകയും ഇന്ന് 14 ജില്ലയിലും ഓഫീസുണ്ട്. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുവാനും ഉപജീവന മാർഗം നടത്തുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അതൊരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ LJP NDAയുടെ ഭാഗമാണ്. NDAയ്ക്കും മികച്ച വിജയമുണ്ടാക്കാൻ സാധിക്കട്ടെ. ജനങ്ങളോട് അടുത്ത് നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കട്ടെ. ജനങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അപ്പോഴാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്, സമൂഹം മുന്നോട്ട് പോകുന്നത്, രാജ്യം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വലിയ സംഭാവനകൾ നൽകി
പ്രശസ്തനായ ഒരു പൊതുപ്രവർത്തകനായി മാറുവാൻ ഞങ്ങൾ ആശംസ നേരുകയാണ്. വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചു. സന്തോഷം. വളരെ നന്ദി. താങ്ക് യു. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.